ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ്. ഞാനപ്പോൾ സാധാരണയായിട്ട് കൊണ്ടടക്കുന്ന എൻ്റെ ഒരു ടോട്ട് ബാഗ് ഉണ്ട്. ഇപ്പം ഞാൻ ഷോപ്പിലോട്ടായാലും വേറെ എവിടെയെങ്കിലും പ്ലേസിലോട്ട് അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ ടോട്ട് ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യ സാധനങ്ങൾ ഞാൻ വെക്കും എപ്പോഴും. എന്തൊക്കെ എമർജൻസി വരണമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട്. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സ്മോൾ ബാഗാണ്. അതിലിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. മൊബൈൽ, വാലറ്റ്, സൺസ്ക്രീൻ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ടോട്ട് ബാഗാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ബാഗാണ് കേട്ടോ, ബ്ലാക്ക് ആണ്. ഇത് H&Mന്റെ ബാഗാണ്. ഇത് ആക്ച്വൽ പ്രൈസ് 1500 എങ്ങാണ്ടായിരുന്നു. ഞാൻ സെയിലിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെയിലിൽ നിന്ന് 700 സംതിങ് എങ്ങാണ്ടാണ്. ഞാനതെന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ആക്ച്വലി ഞാനൊരു സെയിൽ ഗേളാണ്. ആക്ച്വലി ഓഫർ വരുമ്പോൾ മാത്രം വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും എമർജൻസി വേണം ഞാൻ വാങ്ങിക്കാനായിട്ട്. ഓൾമോസ്റ്റ് 1 ഇയറിൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം എന്തായാലും സെയിൽസ് ഉണ്ടാവും. പിന്നെ H&Mന്റെ വെബ്സൈറ്റും പോട്ടെ, ആപ്പിൽ എപ്പോഴും സെയിലുണ്ട്. സെയിലെന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് അവിടെ ഉണ്ടാകും. പിന്നെ കറക്റ്റ് സെയിലിൻ്റെ ടൈം വരുമ്പോൾ അപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ മെൻഷൻ ചെയ്തിടാം. അപ്പോൾ ഇതാണ് വാളറ്റ്. ഇത് ആക്ച്വലി ടോട്ട് ബാഗാണ്. ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. പക്ഷേ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ നല്ലതാണ്. വെയ്റ്റ്ലെസ് ആണ്. ഇതിലിപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വെയിറ്റ് ആണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാനിതിൻ്റെ എന്താ പറയുക, വള്ളിയിൽ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ കൂടുതലും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിച്ചിടലാണ് പതിവ്. അപ്പോൾ ഉണങ്ങി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകും ബാൻഡ് എന്തെങ്കിലും എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് മിനിസോന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ പേഴ്സാണ്. ഇതും സെയിലിൽ നിന്ന് വാങ്ങിച്ചത്, ലൈഫ് സ്റ്റൈലിൽ നിന്ന് കേട്ടോ. ഇത് ആക്ച്വലി ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. ലൈഫ് സ്റ്റൈലല്ല, നൈക്ക ഫാഷൻസിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചത്. ഇതൊരു 500-ന് താഴെ വരുന്നതാണ് ഈ പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. കാർഡ്സ് വെച്ചിട്ടുണ്ട്, പൈസ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കോയിൻസ് ഉണ്ട്. നല്ല പേഴ്സാണ് കേട്ടോ. പിന്നെ ഇവിടെ കാർഡ്സും കാര്യങ്ങളും വെക്കാനുള്ളതുണ്ട്. ഇതെൻ്റെ മോൻ്റെ ഫോട്ടോ ആണിത്. എൻ്റെ ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് വാലറ്റ്. ഞാൻ എല്ലായിടത്തും കൊണ്ടടക്കുന്ന വാലറ്റ് ഇതാണ്. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുമല്ലോ, ഇപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു സ്മോൾ വാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാകുമ്പോൾ കാർഡ്സ് മാത്രം അത്യാവശ്യം, കാരണം ക്യാരി ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് ഇത്തരം വാലറ്റ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വാലറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, പവർ ബാങ്ക് മസ്റ്റായിട്ടുള്ള ഐറ്റമാണ് എനിക്ക്. കാരണം എൻ്റെ ഫോണ് പെട്ടെന്ന് ചാർജ് ഇറങ്ങും. അപ്പോൾ അത് കാരണമുണ്ട് പവർ ബാങ്ക്. ഇത് റെഡ്മിയുടെയാണ്. 2000 എങ്ങാണ്ടാണ് വരുന്നത് തോന്നുന്നു ഈ MB. ഇതിന് റേറ്റും 2000 എത്രയാണ് വരുന്നത്. ഞാനിത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല പവർ ബാങ്കാണ്. അത് ഞാൻ എന്തായാലും എപ്പോഴും ഞാനത് ക്യാരി ചെയ്യുന്നതുകൊണ്ട് നടക്കും. ആ സാധനം ഞാൻ മറക്കില്ല. ഈ 2 സാധനവും മറക്കില്ല. പിന്നെ ഈ ഫോൺ, ഇത് OnePlusൻ്റെ എൻ്റെ ഫോണാണ്. ഇതാണ് എൻ്റെ ഫോൺ. എൻ്റെ വാൾപേപ്പറാണ് ഇട്ടേക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഫോൺ എന്ന് പറയുന്നത് ഞാൻ ഒരു 5-6 വർഷമായി. അപ്പോൾ എനിക്ക് പുതിയ ഫോൺ എടുക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ബഡ്ജറ്റ് തികയാത്തത് കൊണ്ട് ഞാൻ ഫോൺ എടുക്കാത്തതാണ്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണുണ്ട്, അതും ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. അത് വിവോൻ്റെയാണ്. അപ്പോൾ അത് പുതിയതാണ്, പക്ഷെ കടയിലത്തെ ഫോണാണ്. പക്ഷേ എനിക്ക് ആ ക്യാമറ അത്ര ഇഷ്ടമായില്ല. അപ്പോൾ എനിക്കൊരു നല്ല ക്യാമറ ഉള്ളൊരു മൊബൈൽ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോൾ നടക്കുമെന്ന് അറിയില്ല. എൻ്റെ 2025 അടുത്ത എന്താ പറയുക എയിം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു ഫോണുണ്ട്. ഇതിലെ ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ പവർ ബാങ്ക് കൊണ്ടടക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഗ്ലാസ്സസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് 2 വീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 വീലറിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പൊടി തട്ടിയിട്ട് കണ്ണിന് ചൊറിച്ചിൽ, രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ചൊറിഞ്ഞ് അത് ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ഡ്രോപ്സ് തന്നിരുന്നു. പക്ഷെ ഡ്രോപ്സ് ഒഴിച്ചാലും എനിക്ക് ആ ചൊറിച്ചിലിനൊരു കുറവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇത് ലെൻസ് കാർട്ടിൽ നിന്നാണ്. ഇതാണ് ഗ്ലാസ്. ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി ഇത് ഫ്രീ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ വന്നപ്പോൾ ബ്രദറും മദറും കൂടി ഗ്ലാസ് എടുക്കാൻ വേണ്ടി ലെൻസ് കാർട്ടിൽ പോയി. അപ്പം എനിക്ക് ഈ ഗ്ലാസ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് സാധാരണ ഗ്ലാസ് വെച്ചാൽ ഭംഗിയില്ല. ഇതും ഭയങ്കര ഭംഗിയെന്നല്ല, എന്നാലും കുഴപ്പമില്ല. കാരണം എനിക്ക് റൗണ്ട് ഷെയ്ഡ് എനിക്ക് ഒരിക്കലും ചേരുന്നില്ല. അപ്പം ഞാനിത് നോക്കുമ്പോൾ ഒരു സ്ക്വയർ ആണോ, ഈ ഷേപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഷേപ്പിൽ കിട്ടിയപ്പോൾ എനിക്ക് വെച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല.
അപ്പോൾ ബൈ ടു ഗെറ്റ് ടു ഉണ്ട്, നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇക്ക സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങുന്നതുകൊണ്ട് ഇക്കാക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും എന്ത് ചെയ്ത് ഈ ഒരു ഗ്ലാസ് എൻ്റെ മോന് കൊടുത്ത്. ഇത് ആക്ച്വലി പവറൊന്നുമില്ല, കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ടും ഞാനപ്പോൾ ഇത് ആൻറ്റി ഗ്ലെയർ ആണ്, നിറച്ചും പൊടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ വാഷ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ലാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട്, പിന്നെ വണ്ടിക്ക് പോകുമ്പോൾ പൊടി തട്ടാണ്ടിരിക്കാനായിട്ട്. കാരണം ഇവിടെ ബൈപ്പാസിൻ്റെ പണിയെടുക്കണതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഗ്ലാസ്സാണ്. പിന്നെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഈ സാധനമില്ലേ, ഈ പൗച്ച് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 200 സംതിങ് എങ്ങാണ്ടാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ ഇതിൻ്റെ ഒരു ഷെയ്ഡ്, ഇത് H&M നിന്നാണ്. ഇതും ഓഫറിനാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഓഫർ മാത്രം വാങ്ങുന്നുണ്ടോ എന്ന്. ഇത് ഓഫറിന് എനിക്ക് തോന്നുന്നു 500-ന് താഴെ എങ്ങാണ്ടാണ് കിട്ടിയത്. 500 സംതിങ് എങ്ങാണ്ടാണ്. റിയൽ പ്രൈസ് അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പം ഇതും അതേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇപ്പം ഇത് വെച്ച് നോക്കിയിട്ട് എൻ്റെ ഇതിന് കുഴപ്പമില്ല, ഷെയ്ഡ് നല്ലതാണ്, നല്ല ഗ്ലാസ്സാണ്. പിന്നെ അവിടെ നിന്നൊന്നും പൊടി പോകില്ല. അപ്പോൾ സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തത്. അപ്പോൾ ഇതെൻ്റെ ഷെയ്ഡാണ്. ഇത് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. പക്ഷേ യൂസ് കുറവാണ് കേട്ടോ ഇതിൻ്റെ. കാരണം എനിക്കിത് വയ്ക്കാൻ ഞാൻ മറന്നു പോകും, മടിയാണ്. ആൾക്കാരിങ്ങനെ ആഷ് ബുഷ് കാണിക്കാനാണോ അഹങ്കാരിയാണോ എന്നൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോകും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ ക്യാരി ചെയ്യുന്നതുകൊണ്ട് അടുക്കും. പിന്നെ എൻ്റെ ബാഗിൽ നട്ട്സ്, ഇതിൽ എല്ലാ നട്ട്സും ഉണ്ട് കാണാൻ നിങ്ങൾക്ക്. ഇതിൽ ഞാൻ എന്താ പറയുക, കാഷ്നട്ടും ഡേറ്റ്സും എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു ഗ്യാസ് കയറുന്നൊരു പേഴ്സണാണ്. അപ്പം എന്താ പറയുക, ഫുഡ് എനിക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല. ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ നിന്ന് പോകുന്ന 3 മണി ആ നേരത്തൊക്കെയാണ്. അപ്പം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുമല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നട്ട്സ് ഞാൻ കൊണ്ടുനടക്കാറുണ്ട്. എപ്പോഴാണ് വിശക്കണേന്ന് അറിയാത്തത് കൊണ്ട് മാത്രം. പിന്നെ ഇത് ഹെഡ്സെറ്റാണ് എൻ്റെ എയർപോഡ് OnePlusൻ്റെ. ഇതും കുറേ നാളായി, ഫോൺ എടുത്ത ആ ടൈമിൽ എടുത്തതാണ്. ഇതും കേടായി തുടങ്ങി, ചാർജ് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. OnePlusൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ചാർജ് പെട്ടെന്ന് ഇറങ്ങും. പിന്നെ ഒരു ഡയറി, ഇത് ഞാൻ കൊണ്ടുനടക്കാറുണ്ട് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടും. ഇതിൽ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഫ്ലോറലിൻ്റെ പ്രിൻറ്റിൻ്റെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഡയറി, നല്ല രസമുണ്ട് കാണാനായിട്ടും. നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാര്യമായിട്ടാണ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ബാക്കിൽ കണക്കും കാര്യങ്ങളൊക്കെ എഴുതാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബുക്കും കൊണ്ടുനടക്കുന്നതാണ്. പിന്നെ ടു ഡു ലിസ്റ്റ്, എനിക്ക് മറവി വളരെ കുറവാണ്. മറവി എന്ന് പറയുന്നത് എന്താ പറയുക, കുറവെന്നാണോ പറയേണ്ടത്, മറവിയാണ് എനിക്ക്. അപ്പം ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഡെയിലി വാങ്ങാനുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും. അതാവുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ടിക്ക് ചെയ്ത് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്തിടും. അപ്പോൾ ടു ഡു ലിസ്റ്റും ഇതെഴുതാൻ പോലും ഞാൻ മറക്കും, അത്രയും മറവി ഉള്ള വ്യക്തിയാണ് ഞാൻ. പിന്നെ എൻ്റെ മെഡിസിൻ പൗച്ച്, ഇത് സിംറ്റൻ്റെ പൗച്ചാണ് കേട്ടോ, ഫ്രീ കണ്ട് കിട്ടിയതാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ മെഡിസിൻ്റെ നല്ല സ്മെല്ലാണ്. ഇത് കണ്ടോ, ഇതാണ് മെഡിസിൻസ്. എന്താ അമൃതാനഞ്ചൻ, കൊടാൽ തൈലുണ്ടായി, അതിങ്ങനെ ഡ്രോപ്പായിപ്പോയി. വിക്സും തൊണ്ടവേദനയ്ക്ക്, പിന്നെ പാരസെറ്റമോള്, ഇത് തുമ്മൽ വരണേന്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മെഡിസിൻ ഉണ്ട്. ഇപ്പം എല്ലാവരും എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് അത്യാവശ്യം എമർജൻസി ആർക്ക്, എനിക്കൊന്നും മാത്രമല്ല ബാക്കി ആർക്ക് വന്നാലും ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് കൊടുക്കും. എപ്പോഴാണ് എമർജൻസി വരണേന്ന് അറിയില്ല. ഇനി ലാസ്റ്റ് എൻ്റെ പൗച്ച്, ഇതെൻ്റെ മെയിൻ പൗച്ച്. ഇത് പറഞ്ഞാൽ എല്ലാ എസെൻഷ്യൽസും ഇതിലുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ഇത് ഓരോന്നെടുത്ത് കാണിക്കേണ്ടി വരും. ഈ പൗച്ചിൽ മെയിനായിട്ട് എയർ ബ്രഷ്. നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചട പിടിക്കുമല്ലോ, അപ്പോൾ ഈരാൻ വേണ്ടിയിട്ട് ഇത് മിനിസോലയാണ്. പിന്നെ 2 മാസ്ക്, കാരണം എൻ്റെ ഇവിടെ ഒരു ഡോക്ടറുണ്ട് അടുത്ത്. അപ്പോൾ ആളുടെ അടുത്ത് പോകുമ്പോൾ ആൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് മാസ്ക്. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാലും വെച്ചിട്ടാണ് നട്ട്സ് എന്ന് തെരുപ്പി കയറി. പിന്നെ സൺസ്ക്രീൻ, ഇത് മസ്റ്റ് ഹാവ് ഐറ്റമാണ്. ഞാനിത് ഈ പൗച്ച് എടുത്തില്ലെങ്കിലും ഇത് ഞാൻ എടുക്കാറുണ്ട്. ഇത് അക്കോളജിക്കിയുടെ ഡീടാൻ്റെ സൺസ്ക്രീമാണ്. ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3-4 മണിക്കൂർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ അടിക്കണം. അപ്പം ഞാനിത് കൊണ്ടടക്കാറുണ്ട്. സൺസ്ക്രീൻ മസ്റ്റ് ഐറ്റമാണ്.
പിന്നെ ഇതിൻ്റെ തന്നെ ചെറിയൊരു ക്രീം പോലെ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, അത് വേറൊരു കാര്യം. ഞാൻ അത് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളത് കൊണ്ട് സ്പ്രേ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കയ്യിലൊക്കെ ടാൻ, എനിക്ക് കൈ എൻ്റെ അടുത്ത് കണ്ടാലറിയാൻ പറ്റും ഭയങ്കര ഡാർക്കാണ്. കമ്പാരിറ്റീവ്ലി മൈ ഫേസ് ഇറ്റ്സ് വെരി ഡാർക്ക്. ടാൻ എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. പിന്നെ ചെയ്യാനും എനിക്ക് നേരില്ല. അപ്പോൾ ഹാൻഡിലൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഇത് ഫ്രീ കിട്ടിയതാണ്. പിന്നെ മിറർ, ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ മിറർ പ്ലസ് ബ്രഷാണ്. ഇതാണ്. അപ്പം നമുക്കിങ്ങനെ നോക്കാം, ശരിക്കും കാണാം കേട്ടോ. ഞാനായ നട്ട്സ് വന്നിട്ട് പല്ലിൻ്റെ ഇടയിലൊക്കെ നിൽക്കും. അപ്പം ഇത് പിന്നെ സ്പ്രേ, ഇത് കുട്ടി സ്പ്രേ ആണ്, സാറയുടെയാണ്. ഇതിൻ്റെ സ്മെല്ല് പക്ഷെ എനിക്ക് ഓർക്കിഡാണ് ഞാൻ ഫ്ലേവർ എടുത്തത്. പക്ഷെ അത്ര അധികം ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല, കാമാണ്. ഓർക്കിഡ് ആയതുകൊണ്ട് കൊണ്ട് എടുത്തതാണ്. സാറയുടെ ഇതും ഓഫറിന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 500 സംതിങ്ങിന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു, അതിന് വാങ്ങിച്ചതാണ്. അപ്പം ഇത് ക്യാരി ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് സ്വെറ്റിങ് കൂടുതലുള്ള കാരണം കൊണ്ട് ബാഡ് സ്മെല്ല് ഓർഡർ വരാനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സ്പ്രേ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞാൻ ഈ സ്പ്രേ എടുത്തേക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഇത് ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ വാനിലയുടെ ഒരു ബോഡി മിൽക്കാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എന്താ പറയുക, നല്ല സ്മെല്ലാണ് ഈ സാധനത്തിന്. ഫോറസ്റ്റ് എസെൻഷ്യലിൻ്റെ ഒക്കെ സ്മെല്ലില്ലേ, എന്താ പറയുക, നമ്മളൊരു കാട്ടിൽ ചെന്നിട്ട് ഒരു ആയുർവേദത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം. എനിക്ക് കുറേ ഞാൻ ചെറിയ ട്രാവൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടല്ല, ട്രാവലിന് പോകാൻ വേണ്ടിയിട്ട് മിനി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര റേറ്റ് കൂടുതലായതുകൊണ്ട് മിനി വാങ്ങിച്ചേക്കുന്നത്. നല്ല സ്മെല്ലാണ്. 50 ml ഉള്ളൂ. ഇത് ഞാൻ കാല് ഡ്രൈ ആകുമ്പോൾ ബോഡി ക്രീമിന് പകരമായിട്ട് ബോഡി മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഹാൻഡ് ക്രീമാണ്. ഇത് ബോഡി ഷോപ്പിൻ്റെ അവഗാഡോയുടെ ഹാൻഡ് ക്രീമാണ്. പക്ഷെ ഇതിൻ്റെ സ്മെല്ലിന് തോന്നുന്നു കുറച്ച് ദിവസമായതുകൊണ്ട് സ്മെല്ലിന് ഒരു ചേഞ്ച് ഉണ്ട്. ഞാനതപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു, എടുത്ത് കളയാൻ മറന്നുപോയി. പിന്നെ ഇത് ഒരു ഐലൈനർ മെബിലിൻ്റെ, എന്തെങ്കിലും മേക്കപ്പിൻ്റെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് എൽഫിൻ്റെ ഒരു ഐബ്രോ. എൻ്റെ ഐബ്രോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഹാഫ് വരെ ഇവിടെ ഡാർക്കാണ്. പിന്നെ ഇവിടെ നിന്ന് ലൈറ്റ് ടൈപ്പ് ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങാനും മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വഴിക്ക് യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഇതൊരു മസ്കാരയാണ്. ഇതും ഫ്രീ കിട്ടിയതാണ് കേട്ടോ. സ്മോൾ മസ്കാരയാണ് കേട്ടോ, ചെറിയൊരു മസ്കാരയാണ്. പിന്നെ ഇത് കാജള്. ഇത് ലാക്മേയുടെ കാജളാണെന്ന് തോന്നുന്നുണ്ട്. ലാക്മേയുടെ ആണോ ഏതിൻ്റെ ആണോ കാജള് ചില നേരത്ത് ഞാൻ ഇപ്പം കടയിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ണെഴുതാറില്ല. പക്ഷെ ചില നേരത്ത് നമുക്ക് കണ്ണെഴുതിയില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും കരഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വല്ല വിഷമമുണ്ടോ, സങ്കടമുണ്ടോ. അപ്പോൾ ആ സമയത്തിരുന്ന് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് കാജൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലിപ് ബാം. ഇത് ഫോക്സ്റ്റബിളിൻ്റെ ലിപ് ബാമാണ്. ഈ ഒരു ബാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, അത്രയും നല്ലതാണ്. പിന്നെ ലിപ്സ്റ്റിക്ക്, ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്തുകൊണ്ടാണോ വരുന്നത്, 17 mm. ഇതൊരു ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ഇട്ടാൽ വൈകുന്നേരം അത് പെട്ടെന്ന് വാഷ് ഔട്ട് ആവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇരിക്കുന്നത്. പിന്നെ തലയിലിടണ ഒരു 3 ടൈസ്. പിന്നെ പിന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇത് മിൻസ്. ഈ മിൻറ്റ് എൻ്റെ ഓർബിറ്റിൻ്റെ ഉണ്ടായിരുന്നു ബാഗിൽ. അത് ഞാൻ കാർ എടുത്തപ്പോൾ കാറിൻ്റെ ഉള്ളിലോട്ട് ഇട്ട്. അപ്പോൾ അതില്ല. ഇതിങ്ങനെ മിൻറ്റ് കേട്ടോ, ചെറിയ മിൻറ്റാണ്. പക്ഷേ ഈ സാധനത്തിന് 120 രൂപ. ഞാനത് അറിഞ്ഞില്ല. എനിക്ക് ഈ ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. മിൻറ്റുണ്ട്. ഇത്രയാണ് എൻ്റെ ഈ ഒരു കുട്ടി പൗച്ചിലുള്ളത്. എസെൻഷ്യൽ തിങ്സ് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. എസെൻഷ്യൽ തിങ്സ് തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. ഇതാണ്. പിന്നെ ഇനിയിപ്പോൾ ബാഗിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒന്നുമില്ല, കാലിയാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ലൈനിങ്ങിൻ്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് കളർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു പൗച്ച് ഇത് വരുന്നുണ്ട് കേട്ടോ, കള്ളി നമുക്ക് എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബാഗിലുള്ള കോമൺ സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. അപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ.